ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസായ സുക്മിച്ചി മുളബാറ്റസി സീസൺ 2 എപ്പിസോഡ് 12 ആണ്. വീഡിയോ ആണെന്ന് മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറയുന്ന സമയങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോ പോകാം. എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന ആർക്ക് ഡെമി പ്ലെയിനുള്ള ഫോറസ്റ്റ് കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് അവനൊരു കരടി അറ്റാക്ക് ചെയ്യുന്നു. ഈ സ്ഥലത്തോട്ട് ഇനി വരരുത്, ഇവിടുന്ന് വേഗം തന്നെ പൊക്കോ എന്ന് അത് പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. എന്ത് കരടി അറ്റാക്ക് ചെയ്യുന്ന എന്ന് ഹീറോ ചോദിക്കുന്നു. ഒരു ആർക്കിനെ അറ്റാക്ക് ചെയ്തിട്ട് ആര് ഫോറസ്റ്റിലോട്ട് വരാതെന്ന് ഒരു കരടിയും ഉൾഫും കൂടെ വാണിംഗ് എന്നിട്ട് പോയേക്കുവാണ്. ഷീക്കാണെങ്കിൽ ഈ സമയത്ത് അക്കാഡമിയിലോട്ട് പോയി യമ പരിക്ക് പറ്റിയ ആർക്കിനെ ഹീൽ ചെയ്തോണ്ടിരിക്കുക എന്ന് ടോമി പറയുന്നു. എങ്കിൽ ശരി, ഞാൻ അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. വെതർ ചേഞ്ച് പോലെ പുതിയ പുതിയ ക്രീച്ചേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു എന്ന് ഹീറോ പറയുന്നു. കരടിനെ വെച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഞാനത് നിങ്ങളുടെ മെമ്മറി കണ്ടായിരുന്നു എന്ന് മിയ പറയുന്നു. അത് ശരി, അതിനെ റൈറ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാ. അല്ല, ഞാൻ എന്നെ കൊല്ലാൻ പോകുന്നല്ലോ, അതിനെ കൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചു നോക്കാം. എന്റെ വീട്ടിൽ ചില സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഡിവൈൻ ക്രീച്ചേഴ്സാ, എന്നാൽ ഡ്രാഗനാണ് ഉള്ളത് വെച്ചിട്ട് ലെജൻഡറി സാധനം എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രാഗനായി ഞാൻ ഇവിടെ നിൽപ്പുണ്ട് എന്ന് ടോമി പറയുന്നു. എന്നാൽ ഹീറോ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്പൈഡേഴ്സ് ഒന്നും ലെജൻഡറി അല്ലേ എന്ന് മിയ ചോദിക്കുന്നു. സ്പൈഡേഴ്സും പ്രധാനപ്പെട്ട തന്നെയാണ്, അതാണ് ആവശ്യമില്ലാത്ത പ്രാണിനൊക്കെ തിന്നുന്നത് എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ആ ഫോറസ്റ്റ് ആണ്. ഹീറോ തനിച്ച് ആ ഫോറസ്റ്റിലോട്ട് പോകുന്നു. അവിടെ ആ കരടി മരത്തി അറ്റാക്ക് ചെയ്ത മാർക്കൊക്കെ ഉണ്ട്. ഹീറോ അത് കാണുന്നു. പെട്ടെന്ന് അങ്ങോട്ടൊക്കെ കരടി വരുന്നു. പെട്ടെന്ന് ആ കരടി ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഹീറോ പെട്ടെന്ന് അവന്റെ സൂട്ട് ബാറ്റിൽ ഫോമിലോട്ട് മാറ്റുന്നു. എന്നിട്ട് പെട്ടെന്ന് കരടിയുടെ പുറകെ പോകുന്നു. ഇതിനാലെ സുഖമുണ്ട്, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയാലോ. പെട്ടെന്ന് ആ കരടി അറ്റാക്ക് ചെയ്യുമ്പോൾ മാനാമേറ്റർ യൂസ് ചെയ്ത് ഹീറോ രക്ഷപ്പെടുന്നു. ഹീറോ ചെറുതവിടെ അടിച്ചപ്പോൾ തന്നെ എന്റെ ബോധം പോകുന്നു. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നേ എന്ന് ഹീറോ പറയുന്നു. എന്നാൽ കുറെ ഉൾഫ് വന്ന് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയ്ക്കൊന്നും പരത്തോണ്ട് അറ്റാക്ക് ഇരുത്തുന്നു. അന്ന് വലിയ പവർഫുൾ മാനെ ഞങ്ങൾ സെൻസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് നീയാണോ കാരണം? ഈ സ്ഥലത്തിനൊക്കെ ഇങ്ങനെ നീയാണോ? ഞങ്ങൾ ഒരിക്കലും നിന്റെ അണ്ടറെ വരത്തില്ല എന്നാ വുൾഫ് പറയുന്നു. അല്ല, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചേക്കുക, ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നല്ലേ ഇവിടെ, ഞാൻ നിങ്ങളോട്ട് ഫ്രണ്ട് ആവാൻ വേണ്ടി വന്നേ എന്ന് ഹീറോ അവരോട് പറയുന്നു. എന്ത് ഫ്രണ്ട് ആവാനാ എന്ന് പറഞ്ഞാൽ വുൾഫ് ഷോക്കാവുന്നു. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ ഫോറസ്റ്റ് നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്താൽ മതി, എന്റെ ആളുകളാരും ഈ വഴി ഇനി വരത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ലാഭവും ഇല്ല, പിന്നെ എന്തിനാ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തന്നെ എന്നാ വുൾഫ് ചോദിക്കുന്നു. നമ്മളൊക്കെ അയൽവാസികളെ പോലല്ലേ, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത് എന്താ കുഴപ്പം എന്ന് ഹീറോ ചോദിക്കുന്നു. അതുപോലെ എനിക്ക് ഈ കരടിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ട വുൾഫിനൊന്നും മനസ്സിലാവുന്നില്ല. മതി മതി നിർത്ത് എന്ന് പറഞ്ഞൊരു വലിയ കരടി വരുന്നു. ഇതെന്തോടെ പർവ്വതോ എന്ന് പറഞ്ഞ ഹീറോ ഷോക്കാവുന്നു. ഞാൻ നിന്നെ കണ്ട് ഇംപ്രസ് ആയടാ, അതുപോലെ എന്റെ പേരാണ് ബ്രൗണി എന്നാ കരടി പറയുന്നു. എന്ത് ബ്രൗണിയാ, ഇതൊക്കെ പട്ടിക്കിടുന്ന പേരല്ലേ എന്ന് പറഞ്ഞ ഹീറോ ഷോക്കാവുന്നു. നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ആകാശം നോക്കി നടത്തുന്നവന് സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാ ഉൾഫ് പറയുന്നു. അവൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ സംസാരിച്ചോളൂ ഇവനോടൊക്കെ എന്നാ കരടി പറയുന്നു. എപ്പോഴത്തേം പോലെ ഈ ഫോർസ് നിങ്ങൾ തന്നെ നോക്കി നടത്തിയോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ടോമേ കോമേ, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ തന്നെ തിന്നില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരും കൊടുക്കണ്ടേ, നിന്നോട് ഇപ്പോഴല്ലേ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ ഹീറോ ടോമിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു വലിയ ബേഡ് വരുന്നു. മാസ്റ്റർ ഇതിനെ ഫ്രൈ അടിച്ചാലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ടോമ അവളുടെ സോൾ എടുക്കുന്നു. ഞാൻ നിങ്ങളോട്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ എന്ന് പറഞ്ഞാൽ ബേഡ് എന്തോ മാജിക് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോറസ്റ്റിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ടോമെ നോക്കുന്നു. എന്റെ വേൾഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് കാരണമാണ് തോന്നി ഇതൊക്കെ വന്നത് എന്ന് ഹീറോ പറയുന്നു. അപ്പൊ നിങ്ങളും ഞാനും കൂടെ ചേർന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്, അപ്പൊ ഇതൊക്കെ നമ്മുടെ പിള്ളേരാണല്ലേ, യങ് മാസ്റ്റർ ഞാനുമാണല്ലേ എന്റെ പാരന്റ് എന്ന് ടോമെ പറയുന്നു. ഇതൊന്നും ആ മിയ കേൾക്കണ്ട കേട്ടോ എന്ന് ഹീറോ പറയുന്നു. നിന്നെപ്പറ്റി ആ ബിയർ ഉൾഫും പറഞ്ഞായിരുന്നു. എന്റെ പേര് ബോൾഡർ ബേഡ് എന്നാ കിളി പറയുന്നു. എന്റെ വീട്ടിൽ റോക്ക് ബേഡ് ഉണ്ട് എന്നാ ഇങ്ങനത്തെ ഒരു കിളിയെ ഞാൻ കേട്ടിട്ടില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. ആകാശത്തിന്റെ രാജാവായ ഞാൻ നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, നീ പറഞ്ഞ റോക്ക് ബേഡ് ആ പേര് കൊള്ളാതെ, വിരോധമൊന്നുമില്ല ഞാൻ എടുത്തോട്ടെ എന്ന് അത് ചോദിക്കുന്നു. ആ എടുത്തോ എന്ന് ഹീറോ പറയുന്നു. ഇനി എന്റെ പേര് റോക്ക് ബേഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്, എന്തായാലും എനിക്കിപ്പോ കുറെ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. അവര് നിങ്ങളോട് കോൺട്രാക്ട് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവർ നിങ്ങളുടെ ഫോളോവേഴ്സ് ഒന്നുമില്ല എന്ന് ടോമെ പറയുന്നു. നിന്റെ അസൂയ കൊണ്ട് നീ പറയുമെന്ന് എനിക്കറിയാം, നിനക്ക് വിഷമമെങ്കിൽ സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ടോമെ മിയാഷിക്ക് ഇവര് മൂന്നുപേരാണ് എന്റെ എപ്പോഴത്തെ ഫോളോവേഴ്സ് എന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ട് ടോമെ ഹാപ്പി ആവുന്നു. ശരി വാ, ബാസ്കറ്റ് എടുത്തോണ്ട് പോവാ എന്ന് ഹീറോ പറയുന്നു. അതൊന്നും വേണ്ട, ഞാൻ ഒറ്റക്ക് കൊണ്ടുപോകോളാം എന്ന് പറയാൻ അതും കൊണ്ട് കോമയെ പോകുന്നു. എനിക്കിത് കണ്ടിട്ട് ആ ബാസ്കറ്റ് തനിയെ നടന്നു പോകുന്നുണ്ട് എന്ന് ഹീറോ നോക്കുന്നു. പിന്നെ കാണിക്കുന്ന ജിന്നു അബേലിനെ തനിയെ മീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കാണിക്കുന്ന അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. നീ ഷീക്കിനോട് ബാറിപ്പോയാലും ഞാൻ കേട്ടായിരുന്നു, മിസ്റ്റർ ഷീക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം എന്നുള്ളത് അറിയാവൂ എന്ന് അവളെ ചോദിക്കുന്നു. മിസ്റ്റർ ഷീക്ക് പ്രത്യേകിച്ച് വലിയ പ്രിഫറൻസ് ഒന്നുമില്ല, ഏത് ടൈപ്പ് സാധനമാണെങ്കിൽ പുള്ളി പിടിച്ചോളൂ എന്ന് അവൻ പറയുന്നു. എടാ മണ്ട, ഞാൻ നിന്നോട് അതല്ലേ ചോദിച്ചേ, പിന്നെന്താ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട വല്ല പെണ്ണുങ്ങളുമല്ലോ എന്ന് അവളെ ചോദിക്കുന്നു. അതിനെപ്പറ്റി ഷീക്കിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് അവൻ പറയുന്നു. ഓ അങ്ങനെയാണോ, നിന്റെ അടിക്ക് ഒരു കാര്യം എന്ന് രണ്ടുപേരും ഒരേ ടൈം പറയുന്നു. എങ്കിൽ ഫസ്റ്റ് നീ പറ എന്ന് അവൾ പറയുന്നു. ആ ഡെമി ഡ്രാഗന്റെ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകത്തില്ലായിരുന്നു എന്ന് അവൻ പറയുന്നു. നീയോ അതിനെപ്പറ്റിയാണല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ജിന്നു അബേലയും കൂടെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. അല്ല, നീ എന്താ ഈ വെക്കേഷനായിട്ട് വീട്ടിൽ പോകാത്തെ എന്ന് അവൾ ചോദിക്കുന്നു. നീയോ എന്താ വീട്ടിൽ പോകാത്തെ എന്ന് ജിന്നു ചോദിക്കുന്നു. എന്നെ എന്റെ അമ്മ വിട്ടു പോകുന്ന ശേഷം എനിക്ക് വീട്ടിൽ പോകാനേ തോന്നിയിട്ടില്ല. നീയോ എന്ന് അവൾ ചോദിക്കുന്നു. എന്റെ വില്ലേജിൽ മിറണ്ട എന്നും പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു, അവൾ ശരിക്കും സ്ട്രോങ് ആയിരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പൊ അവളാണോ നിന്റെ മാസ്റ്റർ എന്ന് മിറണ്ട ചോദിക്കുന്നു. അല്ല, അവളായിരുന്നു എന്റെ ഫസ്റ്റ് ലവ്, മിറണ്ടനെ പോലെ ഞാൻ സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിച്ചേ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഫോളോ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വില്ലേജ് ഞങ്ങൾക്ക് ഒരു ജോബ് വന്നു. നമ്മുടെ വില്ലേജിന്റെ പുറത്തുള്ള സ്ഥലം നമ്മളെന്തിനാ പോയി നോക്കുന്നത്, എങ്ങനെയാണെങ്കിലും ഈ സ്ഥലം അവർ പുതുക്കി പണിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞ ജിന്ന് അവളോട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന അവരുടെ കൂടെ ഒരു വീട് ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ കൈമറ എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട് എന്ന് ജിന്ന് പറയുന്നു. അവിടെ എക്സ്പെരിമെന്റ് ചെയ്ത ആൾക്കിമിസ്റ്റ് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കൈമറനെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വന്ന് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അത് ഈ ലാബ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിർത്തുന്ന മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നത്. മിറണ്ട നീ വീടിന് വേഗം പൊക്കോ എന്ന് ജിന്ന് പറയുന്നു. എന്നാൽ മിറണ്ട ഒരു പേടിയുള്ള മോൺസ്റ്ററോട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ
മോൺസ്റ്ററിന് മിറണ്ടയുടെ അറ്റാക്ക് നല്ല രീതിക്ക് അഫക്റ്റ് ആവുന്നുണ്ട്. മിറണ്ട ആ മോൺസ്റ്ററിനെ കൊണ്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുവാണ്. ഇത് കണ്ട ജിന്നി ഷോക്ക് ആവുന്നു. നീ ഒരു മോൺസ്റ്റർ ആണ് എന്ന് ജിന്നു പറയുന്നു. മിറണ്ട ഇത് കേട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ സമയത്ത് ഞാൻ ഒരു ചെറിയ ഇറക്കനായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിവരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും മിറണ്ടനെ കാണണമെങ്കിൽ എനിക്ക് അവളോട് സോറി ചോദിക്കണം. എനിക്കും മിറണ്ടനെ പോലെ സ്ട്രോങ് ആയിട്ട് മാറണം. അതാണ് എന്റെ ഗോൾ എന്ന് ജിന്നു പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ തന്നെയാണ്. എന്ത് സ്റ്റുഡൻസ് ഒക്കെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ പോവാണ് എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നാ റംബ്രാസിസ് അവരുടെ വീട്ടിലോട്ട് പോയേക്കാണല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ലൈമാണ് റംബ്രാസിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവ തന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ ഈ ഡ്രാഗൺ ഹണ്ടിന് വരുമെന്ന് പറഞ്ഞേ എന്ന് ഷീക്ക് പറയുന്നു. ഇപ്പൊ അവരുടെ ലെവലൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഹീറോ പറയുന്നു. എന്നാൽ അതിനു മുമ്പ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഐറിസ് പറയുന്നു. ആ ഡ്രാഗനെ കഴിഞ്ഞ തവണ കണ്ടിട്ട് തന്നെ ആയിരിക്കും അവരെ വീണ്ടും വന്ന് അന്വേഷിക്കാൻ പോണത് എന്ന് ഐറിസ് പറയുന്നു. അപ്പൊ അവർ ആ സ്ഥലത്ത് തന്നെ ഒരു ഡെമി ഡ്രാഗനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സെറ്റാക്കി വെക്കാം എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ഫോറസ്റ്റ് വരുന്നതാണ്. ഷീക്ക് അതിൽ കൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ഡ്രാഗന്റെ സ്റ്റാച്ചു കാണുന്നു. ഇവിടെ നിന്ന് റിച്വൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ഷീക്ക് അത് ടെലിപ്പതി യൂസ് ചെയ്ത് ഹീറോട് പറയുന്നു. അതേ സാധനം എന്റെ ഫ്രണ്ടിലും ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. ഇത് ഡ്രാഗനെ സമൻ ചെയ്യുന്ന റിച്വലാണ്. ഇതാരോ വേണമെന്ന് വെച്ച് ചെയ്തതാണ്. ചിലപ്പോൾ ആ ഡീമർ റോണയുടെ പണിയായിരിക്കും ഇതൊക്കെ എന്ന് ഷീക്ക് ആലോചിക്കുന്നു. ഇവിടെ കുറെ ഡെമി ഡ്രാഗൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഹീറോ മിസ്റ്റിഗേറ്റ് യൂസ് ചെയ്ത് ഒരു വീക്കായ ഡ്രാഗനെ മാത്രം സ്റ്റുഡൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്നു. ബാക്കിയുള്ളതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഹീറോ മാനമാറ്റർ യൂസ് ചെയ്ത് അതിന്റെ സെന്ററിൽ പോയി ഇറങ്ങുന്നു. ആ ഡ്രാഗൻ ചെയ്ത അറ്റാക്ക് മാനമാറ്റർ ബ്ലോക്ക് ചെയ്യുന്നു. ഈ മാനമാറ്റർ ശരിക്കും സ്ട്രോങ് തന്നെ എന്ന് ഹീറോ ആലോചിക്കുന്നു. സോറി ഡ്രാഗൺസ്, ഇന്ന് ഡെമി പ്ലെയിനിൽ എല്ലാവർക്കും ഡ്രാഗൺ ബന്ധിയാ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞ ഹീറോ എന്റെ കാര്യമൊക്കെ തീരുമാനാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഷീക്ക് കുറെ ഡീമൻസിനെ അടിച്ചിട്ടേക്കുന്നതാണ്. അപ്പൊ ഡീമൻസിനകത്ത് തന്നെ ഡീമൻ കിങ്ങിന് ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ടല്ലേ എന്ന് ഷീക്ക് നോക്കുന്നു. ഈ ഡ്രാഗണിൽ ചൊറി കിട്ടിയ ട്രഷർ ഞങ്ങൾ ഓൾറെഡി എടുത്തോണ്ട് പോയി കഴിഞ്ഞു, നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡീമന്റെ ബോധം പോകുന്നു. ഡീറ്റെയിൽസ് എന്ന് പറയാൻ ഞാനെന്ത് മാസണ്ടൊക്കെ പറയാനാ എന്ന് ഷീക്ക് ആലോചിക്കുന്നു. അവരോടായിരുന്ന എല്ലാ ഡ്രാഗനെ ഹീറോ ഡിഫീറ്റ് ചെയ്തു. ഇന്ന് മീനെ കൊണ്ട് ഡ്രാഗൺ മന്തി ഉണ്ടാക്കണം എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന സ്റ്റുഡൻസിനാണ്. അവരെല്ലാം കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ആ ഡ്രാഗൻ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അല്ല, ആ ഡ്രാഗൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് എന്താണ് ചെയ്ത് നമ്മളതിനെ തോപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ അതോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. ആ ഡ്രാഗൻ ആണെങ്കിലും പെട്ടെന്ന് ഇവിടെ എങ്ങനെ വന്നെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. പെട്ടെന്ന് ആ ഡ്രാഗൻ അതിന്റെ ഫയർ പ്രത്തിങ് യൂസ് ചെയ്യുന്നു. എന്നാൽ അവരുടെ ബാർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. കാസ്പർ അവന്റെ പവർ യൂസ് ചെയ്ത് അവളോട് ഫയർ ഒക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൈനെ അവന്റെ ഒരു മാജിക് യൂസ് ചെയ്യുന്നു. ഇതാണ് എന്റെ ആയിരിക്കുന്ന അൾട്ടിമേറ്റ് സപ്പോർട്ട്സ് വെൽ എന്ന് പറഞ്ഞ അവൻ ആ ഡ്രാഗൻ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് ആ ഡ്രാഗൻ നല്ല രീതിക്ക് അഫക്റ്റ് ആവുന്നു. അവർ എത്രയൊക്കെ അറ്റാക്ക് ചെയ്യാലും ആ ഡ്രാഗന് ചെറിയ ചെറിയ ഡാമേജ് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഞാൻ എന്റെ അൾട്ടിമേറ്റ് മാജിക് യൂസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഡ്രാഗൻ അവിടെ തന്നെ പിടിച്ചേക്കാൻ നോക്ക് എന്ന് ഷീഫ് പറയുന്നു. ഈസുമോ ഡ്രാഗൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ബാൻ ഉണ്ടാക്കുന്നു. ഷീഫോ ഉള്ള പവർ യൂസ് ചെയ്ത് ഡ്രാഗൻ ഡിഫീറ്റ് ചെയ്യുന്നു. നമ്മളങ്ങനെ ഒരു ഡെമി ഡ്രാഗനെ തോപ്പിച്ചു, നമ്മളെല്ലാവരും ജയിച്ചു എന്ന് പറഞ്ഞ് അവരെ ഹാപ്പി ആവുന്നു. മിറണ്ട, ഞാനും ഇപ്പൊ നിന്നെ പോലെ സ്ട്രോങ് ആയിട്ട് മാറി എന്ന് ജിന്ന ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ജിന്നും മിറണ്ടയും കൂടെ അവസാനമായിട്ട് കണ്ട സ്ഥലമാണ്. സോഫിയ, നിന്റെ ഏരിയ പവർ വെച്ചാൽ കോസുലമനെ വരെ തോപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് എന്നാൽ മിറ്റ്സുറുഗി ചോദിക്കുന്നു. ഇതൊരു ആൽക്കെമിസ്റ്റിന്റെ ലാബാണ്. ഒരു കൈമറയാണ് ഇത് പ്രൊഡക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അതിനെ ഈ സ്ഥലത്ത് വെച്ചാൽ വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് എന്ന് അവൾ ആലോചിക്കുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ജിന്നിന്റെ ഓർമ്മയൊക്കെ വരുന്നു. ആ ചെറുക്കിന് ഇപ്പൊ എന്ത് ചെയ്യണോ എന്തോ. ഇല്ല, ഞാനിപ്പോ മിറണ്ടയല്ല. ഞാൻ അവനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ആ ഫായ് ഗ്രേറ്റർ ആയനെ കൊന്നതിന് ശേഷം ഞാനിങ്ങനെ മാറാൻ കാരണമായ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല റൂട്ട്. നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നാ സോഫി പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ജിന്നിന്റെ കുട്ടിക്കാലത്ത് അവനോട് നടന്ന മിറണ്ടയാണ് ഡ്രാഗൺ സ്ലെയർ സോഫിയ. അതുപോലെ സോഫിയ എങ്ങനെ ഇങ്ങനെയായി മാറി. ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാൻ ബൈ ബൈ.